ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഞണ്ടും കപ്പയും വറുത്തരച്ച കറിയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഏകദേശം 1 കിലോ ഞണ്ടുണ്ട്. അപ്പോൾ നമ്മളത് ആദ്യം ക്ലീൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. ക്ലീൻ ചെയ്യാനായിട്ട് അതൊരു ചട്ടിലേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ഞണ്ടിനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഞണ്ടിങ്ങനെ പിടിച്ചൊക്കെ നമുക്കറിയാം ഞണ്ടിനകത്ത് കാമ്പുണ്ടോ, ഞണ്ട് പനിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കാലുകൾ മുറിച്ച് മാറ്റാന്നുള്ളത്. അപ്പോൾ പയ്യെ 2 കത്തിയൊക്കെ വെച്ച് അത് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ചിട്ട് അതിൻ്റെ ഇറുകി പിടിക്കുന്ന കാലുകളുണ്ടല്ലോ, അത് പയ്യെ പയ്യെ മുറിച്ച് മാറ്റാം. സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ ചിലപ്പോൾ കടിച്ചു എന്ന് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പയ്യെ വളരെ ശ്രദ്ധിച്ച് മാത്രം അതിൻ്റെ ഇറുകി പിടിക്കുന്ന കാലുകൾ പയ്യെ എടുത്ത് മാറ്റാം. എന്നിട്ട് അതിനൊരു ചട്ടിയിലേക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഞണ്ടുകളുടെയും ഇറുകി പിടിക്കുന്ന കാലുകൾ പയ്യെ മുറിച്ച് മാറ്റിയിട്ട് അതിനെ ഇങ്ങനെ എല്ലാത്തിനെയും ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ചട്ടിയിലേക്ക് എടുത്തിടുക. അങ്ങനെ ഞണ്ടിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞണ്ടിൻ്റെ 2 സൈഡിലും കാണുന്ന കുഞ്ഞു കാലുകളില്ലേ, അത് പറിച്ച് കളയാണ്. അപ്പോൾ നമ്മുടെ കത്തിയൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിനായിട്ട്. നമ്മുടെ കൈ വെച്ച് തന്നെ പറിച്ച് കളയാമെന്നുള്ളത്. അങ്ങനെ വലിച്ചെടുത്താൽ ഇങ്ങനെ ഇതുപോലെ പോന്നോളും. അപ്പോൾ അങ്ങനെ വലിച്ചെടുത്ത് കളയുക. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്ത് കാണുന്ന ചെറിയ തോടുണ്ട്, അത് പറിച്ച് കളയുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും വെട്ടിയിട്ട് ഇങ്ങനെ അത് പറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും കാണുന്ന പൂ പോലത്തെ വേസ്റ്റ് ഉണ്ട്, ആ ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ പയ്യെ കത്തി വെച്ചിട്ട് കളഞ്ഞ് 2 സൈഡിൽ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കാണുന്ന പൂ പോലത്തെ ഭാഗം കളഞ്ഞിട്ട് നമ്മൾ 2ആയിട്ട് മുറിച്ച് നമ്മൾ ഇവിടേക്ക് ഇട്ടു, ചട്ടിയിലേക്ക് ഇട്ടു. അതിനുശേഷം ഈ കാണുന്ന ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഇതിന് ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയാം. അത് കറിക്ക് എടുത്താൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് കറിക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ വേണ്ട. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഞണ്ടും എൻ്റെ 2 സൈഡും വെട്ടി ക്ലീൻ ചെയ്ത് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് പൊന്നൊക്കെ എടുത്ത് മാറ്റി 2 പീസാക്കി മുറിച്ചെടുത്ത് നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം മുറിച്ച് വെച്ച കാലുകളുണ്ടല്ലോ ഞണ്ടിൻ്റെ, അപ്പോൾ ആ കാലുകൾ ഇതുപോലെ ചെറുതാക്കി 2 പീസാക്കി മുറിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുതാക്കി മുറിച്ച് മാറ്റി വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഞണ്ടിനെ ക്ലീൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഞണ്ടിനെ വേവിച്ചെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞണ്ടിൻ്റെ പാകത്തിനൊരു കലമൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ ഞണ്ടിനെ പയ്യെ ആ കലത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടിയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മീഡിയം സൈസ് സബോള ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഇതിനൊപ്പം തന്നെ ഈ കലത്തിലേക്ക് വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടി നമ്മൾ അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്തുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വന്നോളും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് തിളപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞണ്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇടാനുള്ള കപ്പ റെഡിയാക്കാം. അപ്പോൾ ഏകദേശം ഒരു 1 കിലോ കപ്പയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറന്തോടൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞ് അതിനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി നുറുക്കി നമുക്കത് കഴുകി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഞണ്ട് വെന്തോന്ന് നോക്കാം. അപ്പോൾ വേവായി വരുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് സിമ്മിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അതൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ അതിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ആ കുരുമുളകും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഏകദേശം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മളിതാ കുറച്ചൊരു ഗരം മസാല, ഏകദേശം ഒരു 1-1.5 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു 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 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി മസാലകളൊക്കെ മൂത്ത് വരുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുത്ത് അതിനൊന്ന് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമ്മളതൊന്ന് ആറാൻ വെച്ചിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മളത് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുക. നമുക്കിത് വളരെ തിക്കായിട്ടുള്ളൊരു അരപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഞണ്ടിലേക്ക് ഒഴിക്കാനായിട്ട്. അങ്ങനെ ഇതേ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തു. നമ്മുടെ ഞണ്ടിലേക്ക് അത് ഒഴിച്ചു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിത് നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കപ്പയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇടാണ്. കപ്പയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അരപ്പൊക്കെ കപ്പയിലേക്ക് പിടിക്കാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫുൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് കുടംപുളി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഞണ്ടും കപ്പയും വേവ് പാകമായി നോക്കുക. കറി വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പയ്യെ നമ്മുടെ അടുപ്പത്ത് നിന്ന് എടുത്ത് ഇറക്കി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ട ഉള്ളി മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ അത് മൂപ്പിച്ചെടുക്കുകയാണ്. ഉള്ളി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കപ്പയും ഞണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത് നമ്മുടെ കറി തിളച്ച് വന്ന് ഇപ്പോൾ നമ്മുടെ കറി ഫുൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഗ്രേവിയും ആ ഞണ്ടിൻ്റെ കാലും കപ്പ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഞണ്ട് ആദ്യം വെള്ളത്തിലിടുക. അതിനുശേഷം കാല് വെട്ടുക. വെട്ടി കഴുകി വൈരിന് ശേഷം ഞണ്ട് വൃത്തിയാക്കി എടുക്കുക. കാണിച്ചു തരാം വൃത്തിയാക്കാൻ. ആദ്യം വിളിച്ചിട്ട് വിളിക്കണായിരുന്നു. ഇപ്പൊ തേങ്ങ ഇട്ടു.